ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, രോഗശാന്തി വരം എന്നിൽ ഉണ്ട് എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കുമ്പസാരം എന്ന ഉദാശയിലൂടെ സ്വയം വിശുദ്ധീകരിച്ച് ഉപവാസവും പ്രാർത്ഥനയിലും ദൈവവചന വായനയിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ഭവനത്തിൽ രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പെട്ടെന്ന് സൗഖ്യം പ്രാപിക്കുകയോ സാവധാനത്തിൽ സൗഖ്യം പ്രാപിക്കുകയോ മരുന്നവരെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തിരിച്ചറിയണം, ദൈവം എനിക്ക് രോഗശാന്തിക്കുള്ള വരം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വരത്തിൽപ്പെട്ട രോഗശാന്തി നമ്മൾക്ക് നൽകിയിരിക്കുന്നത് അത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. വരം ഉപയോഗിക്കുന്നത് സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ്. ദൈവം തന്ന വരങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. വിശുദ്ധി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയാൻ ഒരു അനുഭവം ഒരു സഹോദരൻ എന്നോട് പങ്കുവെക്കുകയുണ്ടായി. ഒരു ദേവാലയത്തിൽ ദമ്പതി ധ്യാനം നടത്തുവാൻ വേണ്ടി ചെന്നു. ആ ധ്യാനത്തിന് അവസാന ദിവസം ഒരു സഹോദരൻ അവൻ്റെ ഭാര്യയുമായി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 10 വർഷം മുമ്പ് ബ്രദർ ഈ ദേവാലയത്തിൽ ധ്യാനം നടത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ ദൈവത്തോട് വളരെയേറെ ചേർന്നിരിക്കുകയായിരുന്നു. പിന്നീട് ഞാൻ ലോകത്തിൻ്റെ എല്ലാ വ്യാമോഹങ്ങളിലേക്കും ഇറങ്ങിത്തിരിച്ചു. എല്ലാവിധ പാപങ്ങളിലും ഞാൻ മുഴുകി. അതിനുശേഷം ഞാൻ വിവാഹം കഴിച്ചു. ഭാര്യ ഗർഭിണിയായി. ആ സമയത്ത് ബ്രദർ പറഞ്ഞ ചില വാക്കുകൾ ഞാൻ ഓർത്തു. ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഉദരത്തിലായിരിക്കുന്ന ശിശുവിന് വേണ്ടി ഭാര്യയുടെ ഉദരഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഞാൻ പാപത്തിലാണെങ്കിലും ഈ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തിരുന്നു. ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഭാര്യ പ്രസവിച്ചു, ഒരാൺകുഞ്ഞിനെ ദൈവം തന്നു. എന്നാൽ ഏറെ താമസിയാതെ ഞാൻ കൈവച്ച അതേ സ്ഥലത്ത് അവളുടെ ഉദരത്തിൻ്റെ ഉള്ളിൽ പഴുത്തു തുടങ്ങി. അതിന് ചികിത്സയിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഞാൻ പറഞ്ഞത് അവൻ ശ്രമിച്ചിരുന്നു, ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന്. അതവൻ ചെയ്തു. പക്ഷേ വിശുദ്ധിയോടെ വെച്ച് പ്രാർത്ഥിക്കണം എന്ന കാര്യം അവൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, വിശുദ്ധിയോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കുവാൻ. ഇവിടെയാണ് ദൈവം പ്രവർത്തിക്കുക. നീതിമാന്റെ പ്രാർത്ഥന ഫലദായകമാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ വന്ന് കർത്താവിൻ്റെ നാമത്തിൽ തൈലാഭിഷേകം ചെയ്ത് അല്ലെങ്കിൽ തൈലം പുരട്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഫലദായകമാണ്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച്, ശ്രേഷ്ഠന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. രോഗം മാറും, അവർ എഴുന്നേറ്റ് നടക്കും. നമ്മൾക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, എൻ്റെ ഈശോയെ,
എന്നെയും എൻ്റെ കുടുംബത്തെയും നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ. പൂർണ്ണമായി സൗഖ്യം നൽകണമേ. ഹാർട്ട് സംബന്ധമായ രോഗത്താൽ വേദനിക്കുന്ന റോസമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, റോസമ്മയ്ക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുത്ത് നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾ നിറയാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രയ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.